ഡേ 3 ഇന്നത്തെ സംഭവങ്ങളെല്ലാം അറിയുന്നതിന് മുമ്പ് നമുക്ക് ഡേ 2 ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് തുടങ്ങാം. സോ വെൽക്കം ബാക്ക് ടു ഷോ ദാറ്റ് നെവർ എൻഡ്സ് യു വാച്ചിങ് BBCM ബാംഗ്ലൂർ പോൺ കൺഫ്യൂസ്ഡ് മല്ലോ. അപ്പോൾ നമ്മൾ ഡേ 2 എന്തൊക്കെയാണ് അറിഞ്ഞത്? എന്താണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, കീറ്റോൻ്റെ ഒപ്പം എന്തിനാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യണം, പിന്നെ ഒരു ബോണസ് പോയിൻറ്റ്. അതറിയണമെങ്കിൽ നിങ്ങൾ ഡേ 2 വീഡിയോ തന്നെ കാണണം. അതിവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. കയറി കണ്ടിട്ട് വന്നാൽ ഈ വീഡിയോനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഡേ 3 തുടങ്ങാം. ഡേ 3 എന്താണ് കാർബോഹൈഡ്രേറ്റ്സ്, എന്തൊക്കെ തരത്തിലെ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ആൻഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് ബോണസ് പോയിൻറ്റ്. നമ്മുടെ ഡയറ്റിലെ ഒരു കീ ഫീച്ചർ പ്ലേ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പോൾ നമുക്ക് ഒന്നിന്ന് തുടങ്ങാം. എന്താണ് കാർബോഹൈഡ്രേറ്റ്സ്? നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫ്യൂവലാണ് കാർബോഹൈഡ്രേറ്റ്സ്. നമുക്ക് ഈ സംഭവം കിട്ടുന്നത് ഫുഡിൽ നിന്നാണ്. ഫുഡിൽ മാക്രോവും മൈക്രോവും ന്യൂട്രിയൻസ് ഉണ്ട്. മാക്രോ ന്യൂട്രിയൻസിൽ നിന്നാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് കിട്ടണം. അതല്ലാണ്ട് മാക്രോ ന്യൂട്രിയൻസിൽ പ്രോട്ടീനും ഫാറ്റും ഉണ്ട്. പിന്നെ മൈക്രോ ന്യൂട്രിയൻസിൽ മിനറൽസ്, പൊട്ടാഷ്യം, അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഉണ്ട്. പിടികിട്ടിയാലോ? ഇനി കാർബോഹൈഡ്രേറ്റ്സിൽ എന്തൊക്കെ വെറൈറ്റി ഉണ്ടെന്നറിയാം. കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് 3 ഡിവൈഡ് ചെയ്യാൻ പറ്റും: ഫൈബർ, സ്റ്റാർച്ച് ആൻഡ് ഷുഗർ. ഫൈബറും സ്റ്റാർച്ചും കോംപ്ലക്സ് കാർബ്സും, ഷുഗർ ഒരു സിമ്പിൾ കാർബുമാണ്. ഫൈബറിന് നമ്മൾ മാറ്റി നിർത്തുന്നതാണ് നല്ലത്. ഫൈബർ നമ്മുടെ ബോഡിയിൽ ഡൈജസ്റ്റ് ആകില്ല. ആൻഡ് സ്റ്റാർച്ച് നമ്മുടെ ബോഡിയിൽ ഡൈജസ്റ്റ് ആക്കാൻ കുറേ നേരം എടുക്കും. എന്ത് കാരണം എന്ന് വെച്ചാൽ അതൊരു കോംപ്ലക്സ് കാർബായതുകൊണ്ട്. വേറാസ് ഷുഗർ ഒരു സിമ്പിൾ കാർബായതുകൊണ്ട് തന്നെ നമ്മൾ കഴിച്ചുടനെ തന്നെ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് പ്രോസസ്സായി ഈ സംഭവം പടിയെന്ന് പറഞ്ഞെത്തും. അത് കാരണം നമ്മൾ ടയർഡായിരിക്കുമ്പോൾ ഒരു ചായ കുടിച്ച ഒരു എനർജി കിട്ടുന്ന ഒരു ഫീൽ കിട്ടുന്നത്. അത് ചായയുടെ ഗുണമല്ല, ചായയിലുള്ള പഞ്ചസാരയുടെ ഗുണമാണ്. അറ്റ് ലാസ്റ്റ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഫൈനൽ പോയിൻറ്റ്: എങ്ങനെയാണ് നെറ്റ് കാർബ്സ് കാൽക്കുലേറ്റ് ചെയ്യണം ആൻഡ് എന്താണ് നെറ്റ് കാർബ്സ്? കാർബ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ നമ്മൾ കൺസ്യൂം ചെയ്യണ ടോട്ടൽ കാർബ്സിൽ നിന്ന് നമ്മുടെ ബോഡി ഡൈജസ്റ്റ് ചെയ്യണ കാർബ്സാണ് നെറ്റ് കാർബ്സ്. ഈ സംഭവം കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുലയാണ് നെറ്റ് കാർബ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കാർബ്സ് മൈനസ് ഫൈബർ. ഇത് ചെയ്താൽ നമുക്ക് ഒരു വാല്യൂ കിട്ടും. അതാണ് നമ്മുടെ നെറ്റ് കാർബ്സ്. നെറ്റ് കാർബ്സ് നമുക്ക് ഒരു ദിവസം പെർ ഡേ 40 ഗ്രാംസ് വരെയും കഴിക്കാം. 50 വരെയും കഴിക്കാം. ടു ബി ഇൻ എ സേഫർ സൈഡ് 40 കഴിച്ചാൽ മതി. അപ്പോൾ എല്ലാം പിടികിട്ടിയല്ലോ. ആൻഡ് നമ്മുടെ ഡേ 4 വീഡിയോയിൽ എന്താണ് കാലറീസ് എന്ന് പറഞ്ഞാൽ അറിയാം. എന്നെ സർപ്രൈസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആസ് ഐ ഓൾവേസ് സേ, സ്റ്റേ ട്യൂൺഡ് ആൻഡ് സീ യു സൂൺ.